ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. നിങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആനിമേഷനൊക്കെ ഇഷ്ടമുള്ള ആളാണോ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ നിൽക്കുവാണെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ട്രൈ നോക്കുക. ഈ കാണുന്ന വീട് നമ്മൾ എങ്ങനെയാണ് ബ്ലെൻഡർ ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുക. ഈ കാണുന്ന ക്യൂബ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. നമുക്കൊന്നുമില്ലായ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. നമുക്കപ്പോൾ ആദ്യം വേണ്ടത് ഒരു റെക്റ്റാങ്കുലർ പ്ലെയിൻ ആണ്. നമ്മൾ അതിന് തിക്നെസ് കൊടുത്തിട്ടാണ് വീട് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് റെക്റ്റാങ്കുലർ പ്ലെയിൻ ആഡ് ചെയ്യാനുള്ള ടൂൾ ആഡ് മെഷ് പ്ലെയിൻ. നമ്മൾ വീടിൻ്റെ ബേസ് ആണ് വരയ്ക്കുന്നത്. സോ നമുക്ക് അത് വലിപ്പം കൂട്ടണം. വലിപ്പം കൂട്ടാൻ എന്താ ചെയ്യുക? സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് എസ് കീ പ്രസ് ചെയ്തിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ സ്കെയിൽ ആവും. അല്ലെങ്കിൽ സൈഡിലെ ടൂൾ ബോക്സിൽ സ്കെയിലിൻ്റെ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ആക്സിസിലാണോ ആക്സിസിൽ സ്കെയിൽ ചെയ്താൽ മതി. മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു പ്ലെയിനും കൂടെ ആഡ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ആഡ് മെഷ് പ്ലെയിൻ. അതിനുശേഷം സ്കെയിൽ ചെയ്യുക. അതിനുള്ള ടൂള് കണ്ടിട്ടുണ്ടല്ലോ, അത് തന്നെ മൂവ് ടൂൾ ഉപയോഗിച്ച് മുന്നോട്ട് നീക്കുക. സ്കെയിൽ ചെയ്യുമ്പോഴും മൂവ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈൻസ് കാണാം. അപ്പം മൂവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എക്സ് ആക്സിസിലാണ് മൂവ് ചെയ്യണമെങ്കിൽ റെഡ് ലൈൻ മൂവ് ചെയ്യുക, വൈ ആക്സിസിലാണെങ്കിൽ ഗ്രീൻ ലൈൻ മൂവ് ചെയ്യുക, സെഡ് ആക്സിസിലാണെങ്കിൽ ബ്ലൂ ലൈൻ മൂവ് ചെയ്യുക. അതായത് RGB ആണ് R ഫോർ എക്സ്, G ഫോർ വൈ ആൻഡ് ബ്ലൂ ഫോർ സെഡ്. രണ്ട് പ്ലെയിനും സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി കൺട്രോൾ പ്രസ് ചെയ്ത് രണ്ട് പ്ലെയിനും ക്ലിക്ക് ചെയ്യുക. രണ്ട് പ്ലെയിനും സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ ഈ പ്ലെയിൻസ് രണ്ടും ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ബേസ് ആയിട്ടുണ്ട്. നമുക്കിനി എന്താ, മുകളിലോട്ട് പണിയണ്ടേ? അപ്പം ഇതിന് മുകളിലോട്ട് തിക്നെസ് കൊടുക്കണം. നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് മോഡിലാണ്. ടാബ് പ്രസ് ചെയ്ത് നമുക്ക് എഡിറ്റ് മോഡിലേക്ക് പോകാൻ പറ്റും. അതിനുവേണ്ടി നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്യുക. നമുക്കിനി തിക്നെസ് കൊടുക്കണം. അപ്പോൾ തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് E എന്ന കീ പ്രസ് ചെയ്യുക. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ആണ്. മൗസ് പോയിന്റർ മുകളിലോട്ട് കൊണ്ടുപോയി ആവശ്യമുള്ളൊരു ഹൈറ്റ് ആകുമ്പോഴത്തേക്കിനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഹൈറ്റ് ഫിക്സ്ഡ് ആയിട്ടുണ്ടാവും. മുകളിൽ എഡിറ്റ് മോഡ് എന്ന് കാണുന്നില്ലേ, അതിൻ്റെ സൈഡിലായിട്ട് 3 ബട്ടൺ ഉണ്ട്. പോയിന്റ് സെലക്ട് ചെയ്യാൻ, എഡ്ജ് സെലക്ട് ചെയ്യാൻ, ഫേസ് സെലക്ട് ചെയ്യാൻ. നമുക്കിപ്പോൾ ഫേസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് 3ാമത്തെ ബട്ടനാണ് നമ്മൾ എനേബിൾ ആക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾ നോർമൽ വീടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. അല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടാണെങ്കിൽ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എസ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ സ്കെയിൽ ആവും. നമുക്ക് ഔട്ട്വേർഡ്സ് കുറച്ച് സ്കെയിൽ ആയിട്ടിരിക്കുന്ന പോലെ ചെയ്യാം. മൗസ് പോയിന്റർ നീക്കിയിട്ട് ആ പൊസിഷൻ ഒന്ന് സെറ്റ് ആക്കുക. നിങ്ങൾക്ക് ശരിയായെന്ന് തോന്നുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇനി മുകളിലോട്ട് റൂഫ് പണിയണം. അപ്പം ഈ എന്ന കീ പ്രസ് ചെയ്യുക, മുകളിൽ കൊണ്ടുപോവുക, ആവശ്യമുള്ള ഹൈറ്റ് ആണെന്ന് തോന്നുമ്പോഴത്തേക്കിനും ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് സ്കെയിൽ ചെയ്യണം. അപ്പം മുകളിലത്തെ ഫേസ് സെലക്ട് ചെയ്തിട്ട് എസ് പ്രസ് ചെയ്യുക, അകത്തോട്ട് സ്കെയിൽ ചെയ്തൊരു റൂഫിൻ്റെ ഷേപ്പ് ആക്കുക. ഒരു വീടിൻ്റെ ലുക്കൊക്കെ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മിനുക്ക് പണിയൊക്കെ ചെയ്ത് അടിപൊളിയാക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് നമുക്കൊരു ഷെയ്ഡ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഈ പ്രസ് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു വാതിൽ വേണം. അപ്പോൾ ആ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റും ഡിയും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫേസ് ഡ്യൂപ്ലിക്കേറ്റ് ആവും. കാരണം നമ്മളത് ചെറുതാക്കിയിട്ട് ഒരു വാതിലാക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഉള്ളതിൽ പണിയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫേസ് ഉണ്ടാക്കുന്നു. അതിനുശേഷം എസ് പ്രസ് ചെയ്യുക. എസ് എന്തിനായിരുന്നു? സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എസ് പ്രസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് സ്കെയിൽ ചെയ്ത് ഒരു വാതിലിൻ്റെ ഒരു സ്ട്രക്ചർ ആക്കുക. ഇനി താഴത്തെ ഒരു എഡ്ജ് താഴോട്ട് കുറച്ച് നീക്കിയാൽ വാതിലാവുമല്ലോ. അപ്പോൾ മുകളിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, പോയിന്റ് സെലക്ട് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട്, എഡ്ജ് സെലക്ട് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട്, ഫേസ് സെലക്ട് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ എഡ്ജ് സെലക്ട് ചെയ്യാനുള്ളതാണ് 2ാമത്തെ ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വേണ്ട എഡ്ജ് ക്ലിക്ക് ചെയ്യുക. G എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അത് ഗ്ലോബലിൻ്റെ ഷോർട്ട് കീ ആണ്. എന്നിട്ട് അത് വെച്ച് നമുക്കിപ്പോൾ മൂവ് ചെയ്യാൻ പറ്റും. ഈസിലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. എഡിറ്റ് മോഡിൽ അല്ലെങ്കിൽ ടാബ് പ്രസ് ചെയ്തൊന്ന് എഡിറ്റ് മോഡിലാവുക. എന്നിട്ട് അതുപോലെ ഫേസ് സെലക്ട് ചെയ്യുന്ന മോഡിൽ അല്ലെങ്കിൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫേസിൻ്റെ ആ മോഡിലാക്കുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഈ എന്ന കീ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്ത് മുന്നോട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്യണം. അതുപോലെ സൈഡ് ഫേസ് കുറച്ച് സൈഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ ഉപയോഗിച്ച് സൈഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു വാതിലിൻ്റെ ആ ഒരു കട്ടള പോലത്തെ ഭാഗം അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ എക്സ്ട്രൂഡ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോലെ വാതിലാക്കിയെടുക്കുക. നമുക്കൊരു ബേസ് ഒക്കെ വേണ്ടേ? അപ്പം നമുക്ക് താഴത്തെ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ എക്സ്ട്രൂഡ് ചെയ്തിട്ട് നമുക്കൊരു ബേസ് കൂടെ ആക്കിയാലോ. അപ്പോൾ സെലക്ട് ചെയ്യുക,
കീബോർഡിലെ ഇ എന്ന കീ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ആവശ്യത്തിന് ഹൈറ്റ് ആക്കുക. പിന്നെ സ്റ്റെപ്പ് വേണം, അപ്പോൾ ഫേസ് ഇതുപോലെ സ്കെയിൽ ചെയ്ത് കുഞ്ഞതാക്കി പിന്നെ എക്സ്ട്രൂഡ് ചെയ്തെടുക്കുക. ജനലും അതുപോലെ ആ ഒരു ഫേസ് സ്കെയിൽ ചെയ്യുക വയസ്സ് ഉപയോഗിച്ച്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഫേസസ് എക്സ്ട്രൂഡ് ചെയ്ത് ആ ഒരു ഔട്ടർ കട്ടുള്ള പോലത്തെ സംഭവമൊക്കെ ആക്കിയെടുക്കുക. റൂഫും വാതിലും ജനലും ഒക്കെ വേറെ വേറെ പാർട്ടാക്കട്ടെ. അപ്പോൾ ജനൽ ഉള്ളിലത്തെ ഭാഗം ക്ലിക്ക് ചെയ്യുക, പി പ്രസ് ചെയ്യുക, അപ്പോൾ പാർട്ടാവും. എന്നിട്ട് സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിനി ആ ഒരു ഫുൾ കട്ടല ഉൾപ്പെടെ നമുക്കൊരു പാർട്ടാക്കണം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എല് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ആ ഒരു ഭാഗം മുഴുവൻ സെലക്ട് ആവും. എന്നിട്ട് പി പ്രസ് ചെയ്യുക പാർട്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു പാർട്ടായിട്ട്. അങ്ങനെ നമുക്ക് റൂഫ് വേറെ പാർട്ടാക്കാം, ഓരോ ജനലും ഓരോ വാതിലും ഒക്കെ വേറെ പാർട്ടാക്കാം. ഈ ഒരു സെയിം മെത്തേഡ് എല്ലാത്തിനും ചെയ്യുക. അടുത്തതായിട്ട് നമുക്കൊരു ഫ്ലോർ വേണം. അതിന് വേണ്ടിയിട്ട് ആഡ് മെഷ് പ്ലെയിൻ. അതിനുശേഷം മൂവ് ടൂവിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ബ്ലൂവിൽ താഴോട്ട് വലിക്കുക. അതാകുമ്പോൾ നമുക്ക് സെഡ് ആക്സിസ് ലൈനിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്കെയിൽ ബട്ടൺ ഉപയോഗിച്ച് സ്കെയിൽ ചെയ്യുക. ആവശ്യമുള്ളൊരു വലുപ്പത്തിലെത്തുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഡിൻ്റെ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സബ് ഡിവൈഡ് ചെയ്യുക. ഒത്തിരി പോർഷൻസ് ആയിട്ട് കിട്ടും. നമുക്കിനി ആ ഓരോ പോയിന്റ് നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിലാവുക, അതുപോലെ പോയിന്റ് ആക്കുക. ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുക. ഇനി ജി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പ്രൊജക്ഷൻ കിട്ടും. അപ്പം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ കൊടുക്കാം. അപ്പം അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു നാച്ചുറൽ ലുക്കിലൊക്കെ ചെയ്യാൻ പറ്റും. ടാബ് പ്രസ് ചെയ്തിട്ട് നമുക്കിതിനെ ഒബ്ജക്റ്റ് മോഡിലോട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് 2 മരം വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രിഫറൻസസ് ക്ലിക്ക് ചെയ്യുക, ട്രീ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇത് എനേബിൾ ചെയ്യുക. സോ നമുക്ക് ഇത് ടൂൾസിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ആഡ്, കർവ്, എന്നിട്ട് സ്പ്രിംഗ് ട്രീ ജെൻ. അപ്പോൾ താഴെ കാണാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലോഡ് ട്രീ സെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രീയുടെ ഒരു സ്റ്റൈൽ മാറ്റാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളവരെണ്ണം ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഒരുപാട് ഓപ്ഷൻ അതിൽ എല്ലാ ഓപ്ഷനും അറേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ട ഒരു രീതിയിലാക്കിയെടുക്കാം. ഇനി മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു RGB ആക്സസിൻ്റെ ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് ട്രീനെ പൊസിഷൻ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ട്രീയും കൂടെ വേണം. സോ സെയിം സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു സ്റ്റൈലിലുള്ള ട്രീ എടുക്കാം. അപ്പോൾ അത് നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കിയ ശേഷം മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ പൊസിഷൻ ചെയ്യാം. ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ബട്ടൺ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ വ്യൂ പല രീതിയിലാക്കാൻ പറ്റും. മെറ്റീരിയൽ വ്യൂ ആക്കാം, അല്ലെങ്കിൽ റെൻഡേർഡ് വ്യൂ ആക്കാം. സോ നമ്മളിതിനെ രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു രീതിയിലാക്കുവാണ്. ഓപ്ഷൻസിൻ്റെ അരികെ ചെല്ലുമ്പോൾ നമുക്കൊരു പ്ലസിൻ്റെ ഒരു സിമ്പിളാവും. ആ ഒരു സിമ്പിൾ വരുമ്പോഴത്തേക്കൊന്ന് വലിച്ചിട്ടാൽ മതി. സോ നമുക്ക് ഒരു ഇതിൽ റെൻഡേർഡ് വ്യൂവും ഒരെണ്ണത്തിൽ മെറ്റീരിയൽ വ്യൂ ആണ് ആക്കുന്നത്. ആ മുകളിലുള്ള 4 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറി മാറി കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് മോഡിലാണ് നിൽക്കുന്നത്. നമ്മുടെ ആ ഒരു വാതിലിൻ്റെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മെറ്റീരിയലിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് റൈറ്റ് സൈഡിൽ. സെക്കൻഡ് ലാസ്റ്റ് ബട്ടനാണ് നോർമലി. അപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത ശേഷം സർഫസ് അതിൽ എമിഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിപ്പം ഒരു മഞ്ഞ വെട്ടമാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു വെട്ടമാണല്ലോ, കളർ മാത്രമല്ലല്ലോ. അതുകൊണ്ട് ആഡ് ലൈറ്റ് പോയിന്റ് എന്നൊരു ലൈറ്റ് എടുക്കുക. എന്നിട്ട് ആ പോയിന്റ് ലൈറ്റിന് മഞ്ഞ കളർ കൊടുക്കുക. സെയിം സ്റ്റെപ്സ് തന്നെ 2 ജനലിനും കൊടുക്കുക. നമുക്കൊരു എമിഷനായിട്ട് 2 ജനലിൻ്റെയും ആ പാർട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു പോയിന്റ് ലൈറ്റ്, മഞ്ഞ കളറുള്ള ഒരു പോയിന്റ് ലൈറ്റ് അവിടെ ആഡ് ചെയ്യുകയും വേണം. നമ്മുടെ വീടിൻ്റെ ചില ഭാഗത്തൊക്കെ കുറച്ച് ഇരുട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കുറച്ച് പോയിന്റ് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ലൈറ്റ് പോയിന്റ്. അപ്പോൾ എന്നിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ച് പൊസിഷൻ ചെയ്താൽ മതി. അപ്പോൾ അവിടെയൊക്കെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് കിട്ടും. കളർ മാറ്റണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് അതിന് ശേഷം കളർ മാറ്റുക. സർഫസിൻ്റെ കീഴിലുള്ള കളറാണ് മാറ്റേണ്ടത്. അപ്പം നമ്മൾ പ്ലാന്റ്സിനൊക്കെ ഒരു ഗ്രീൻ കൊടുക്കണം. അതുപോലെ നമ്മളുടെ ബിൽഡിങ്ങിനൊരു വയലറ്റിൻ്റെ ഏതോ ഒരു ഷെയ്ഡ് കൊടുക്കുന്നു. റൂഫിന് ഇതുപോലെ ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നു. ഇനി നമുക്കിതിനെ എല്ലാം ഒരു ക്യൂബ് ബോക്സിനുള്ളിലാക്കാം. അതിനുവേണ്ടി ആഡ് മെഷ് ക്യൂബ്. സ്കെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്കെയിൽ ചെയ്തിട്ട് ഓൾമോസ്റ്റ് അത് കവർ ചെയ്യണ ഒരു ക്യൂബ് കൊടുക്കാം. ഇനി ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു മൂൺ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കുറച്ചുകൂടെ ഡെൻസിറ്റി കുറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ മെറ്റീരിയൽസ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട്
ന്യൂ ക്ലിക്ക് ചെയ്ത് സർഫസിന് കീഴെ ഡിസ്കണക്റ്റ് കൊടുക്കുക. അതുപോലെ വോളിയത്തിന് കീഴെ വോളിയം സ്കാറ്റർ കൊടുക്കുക. ഡെൻസിറ്റി ഒരു 0.01 ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളൊരു കൊച്ചു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ നോക്കുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഇനിയും കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.